Hari Om. Today we are going to learn helpers. Who are helpers? Yeah, different people do different jobs and provide services to people. അല്ലേ? അത് പറഞ്ഞാൽ എന്താണ്? ഡിഫറെൻറ്റ് പീപ്പിൾസ് അല്ലേ? കുറേ ആൾക്കാരുണ്ടാവും അല്ലേ? പലതരത്തിലുള്ള ജോലി ചെയ്യുന്നുണ്ടാവും ആൻഡ് പ്രൊവൈഡ് സർവീസ് ടു പീപ്പിൾ അല്ലേ? മറ്റുള്ളവർക്ക് എന്താണ്? ആളുകൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുക അല്ലേ? അവരെയാണ് നമ്മൾ എന്ത് പറയുക? ദീസ് പീപ്പിൾ ആർ കോൾഡ് കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് കുറേ ഹെൽപ്പേഴ്സ് ഉണ്ട് അല്ലേ? നമുക്ക് ആരൊക്കെയാണ് നമ്മളെ ഹെൽപ്പേഴ്സ് എന്ന് വിളിക്കാന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ഹെൽപ്പർ ആരാ നോക്കാം. ടീച്ചർ അല്ലേ? ടീച്ചേഴ്സ് എസ് നമ്മളെ പഠിക്കാനും പഠിപ്പിക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ടീച്ചേഴ്സ് ആർ സെക്കൻഡ് പാരന്റ്സ് അല്ലേ? നമ്മൾ ഫസ്റ്റ് ഹെൽപ്പർ ആരാ നോക്കിയേ? ടീച്ചർ. നെക്സ്റ്റ് ആരെയാ കാണാൻ പോകുന്നത്? കണ്ടക്ടർ ആൻഡ് ഡ്രൈവർ. ബസ്സിൽ പോകുമ്പോൾ ആരൊക്കെ ഉണ്ടാവുക? ഡ്രൈവർ ഉണ്ടാവും, നമുക്ക് ടിക്കറ്റ് തരുന്ന കണ്ടക്ടറും ഉണ്ടാവും അല്ലേ? അപ്പോ ഇവര് രണ്ടാളും ഹെൽപ്പേഴ്സ് ആണ്. ആരൊക്കെയാണ്? ഡ്രൈവർ ആൻഡ് കണ്ടക്ടർ. വണ്ടി ഓട്ടിക്കുന്നവരെ നമ്മൾ ഡ്രൈവർ എന്ന് പറയും, ടിക്കറ്റ് തരുന്നവരെ നമ്മൾ കണ്ടക്ടർ എന്ന് പറയും. ബസ് ഡ്രൈവർ പറഞ്ഞു അല്ലേ? ദെൻ ഇവിടെ നോക്കൂ, കുറെ ഓട്ടോസ് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറയും. ഓട്ടോ ഓടിക്കുന്നവരെ നമ്മൾ എന്ത് പറയും? ഓട്ടോ ഡ്രൈവേഴ്സ് എന്ന് പറയും അല്ലേ? അപ്പോൾ ഡ്രൈവർ ഈസ് ആൾസോ അവർ ഹെൽപ്പേഴ്സ്. ഡ്രൈവർ എന്ത് ചെയ്യും? ഡ്രൈവ്സ് വാൻസ്, ഓട്ടോസ്, ബസ്സസ്, ടാക്സീസ് ഒക്കെ ഓടിക്കുന്നവരെ നമ്മൾ എന്താ പറയുക? ഡ്രൈവർ ഈസ് ആൾസോ അവർ ഹെൽപ്പർ. ടാക്സി ഡ്രൈവേഴ്സിനെ കണ്ടോ നിങ്ങള്? ഇതിൽ കൂടെ നോക്കൂ, കുറെ ഓട്ടോകൾ നിൽക്കുന്നുണ്ട്, കാറ് അല്ലേ? ഇതെല്ലാം ഡ്രൈവ് ചെയ്യുന്നത് ടാക്സി ഡ്രൈവേഴ്സ് ആണ്. ഇതാണ് ടാക്സി സ്റ്റാൻഡ്. ഓക്കെ, ഇത് നമ്മളെ ഒരു സ്ഥലത്ത് നിന്നും അവര് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ ഈ ടാക്സി ഡ്രൈവേഴ്സ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹെൽപ്പർ ആരാണ്? ഫയർമാൻ അല്ലേ? ഫയർമാൻ പറയുമ്പോൾ എന്താണ്? നമ്മളുടെ വീട്ടിൻ്റെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ തീ പിടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടാവുക, അങ്ങനെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആരെയാണ് വിളിക്കുക? ഫയർ സ്റ്റേഷനിലേക്ക് വിളിക്കും അല്ലേ? ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്താണ്? തീ കെടുത്താൻ വരും. തീ കെടുത്താൻ മാത്രമല്ല അല്ലെ അവരുടെ ജോലി എന്താണ്? ഇപ്പോൾ അല്ല പശുക്കുട്ടിയോ എന്തെങ്കിലും ആട്ടിൻകുട്ടിയൊക്കെ കിണറ്റിലോ മറ്റോ വീഴുന്നുണ്ടെങ്കിലും നമുക്ക് ആരെ സഹായത്തിനായി വിളിക്കാം? ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഫയർമാൻസ് അവർ വരും. ഓക്കെ, സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ്. അവിടെ കുറെ സാർമാരെ കണ്ടോ? ദെൻ ഫയർ എഞ്ചിനകത്ത് എന്താണ്? എല്ലാ സംവിധാനങ്ങളും, രക്ഷാപ്രവർത്തനത്തിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും. അപ്പൊ നമ്മള് ഫയർമാനെ കണ്ടു അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാണാൻ പോണത് പോലീസാണ്. പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പോലീസ് നമുക്ക് എന്താ ചെയ്യാ? പോലീസ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും, പ്രൊട്ടക്ടസ്. ഓക്കെ, പോലീസ് ഓഫീസർ പ്രൊട്ടക്ടസ് എന്താണ് ചെയ്യാന്ന്? കള്ളന്മാരെ പിടിക്കും, പിന്നെ തെറ്റ് ചെയ്തവരൊക്കെ പോലീസുകാരെ പിടിക്കും. അതാണ് പോലീസിന്റെ ജോബ്. ഇതാണ് നമ്മുടെ കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷൻ. ഇതാ കണ്ടോ ഒരു പോലീസ് സാർ വരുന്നത്? ഇവരെയാണ് നമ്മൾ പോലീസ് ഓഫീസർ. ഇതാണ് അവിടത്തെ ഉള്ള ജയില്. കള്ളന്മാരൊക്കെ പിടിച്ചിട്ട് ആ ജയിലിലാണ് ഇടുന്നത്. ഇത് കണ്ടോ, ഇവിടെ പോലീസിൽ ചെയ്യാനുള്ള മെഷീൻസ് ഒക്കെ ഉണ്ട്. ഇവിടെയാണ് പോലീസ് ആൾക്കാരൊക്കെ ഉള്ളത്. കണ്ടോ, നിങ്ങൾ കണ്ടോ പോലീസ് ഇവിടെ ഉള്ളത്? സോ ദേ ആർ ഡൂയിങ് ദെയർ ഡ്യൂട്ടി. സോ ഇതാരാണ്? നമ്മുടെ പോലീസാണ്. ദേ ആർ ഹെൽപ്പേഴ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹെൽപ്പർ ആരാ? പോസ്റ്റ്മാൻ. എ പോസ്റ്റ്മാൻ ബ്രിങ്സ് ലെറ്റേഴ്സ്. ഇനി നമ്മൾ അടുത്ത് പോസ്റ്റ് ഓഫീസിലേക്കാണ് കേട്ടോ പോകുന്നത്. ആ പോസ്റ്റ് ബോക്സ് കണ്ടില്ലേ നിങ്ങൾ, റെഡ് കളറില്? അതിലാണ് നമ്മുടെ ലെറ്റേഴ്സ് ഒക്കെ നമ്മൾ ഇടുന്നത്. അപ്പൊ അത് നമ്മൾ ആർക്കാണോ അയക്കുന്നത് അത് പോസ്റ്റ്മാൻ അവിടെ കൊണ്ട് അവർക്ക് കൊടുക്കും. ഓക്കെ, ഇത് കണ്ടോ, നോക്കൂ, ഈ പോസ്റ്റ് ഓഫീസ് നോക്കൂ, ഇതിൽ നിറയെ ഓഫീസ് വർക്കേഴ്സ് ഉണ്ട് അല്ലേ? പിന്നെ ഇതില് കൗണ്ടർ ഉണ്ട്. ഇത് നോക്കൂ, ഇതാണ് ഇല്ലന്റ്. ഇതിലാണ് നമ്മൾ ലെറ്റർ ഒക്കെ എഴുതിയിട്ട് അയക്കുന്നത്. ഇതിൽ അഡ്രസ്സൊക്കെ എഴുതി പിന്നൊക്കെ എഴുതിയിട്ട് നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്ക് അയക്കുന്നത് ഈ ഇൻലൻഡിലാണ്. ഓക്കെ, ഇതാണ് സ്റ്റാമ്പ്സ് പേസ്റ്റ് ചെയ്തിട്ട് വേണം ലെറ്റേഴ്സ് അയക്കാൻ. ഓക്കെ, നെക്സ്റ്റ് ഹെൽപ്പർ ആരാ? എഞ്ചിൻ ഡ്രൈവർ. നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണ്? മുതലമട റെയിൽവേ സ്റ്റേഷനിൽ അല്ലേ? റെയിൽവേ സ്റ്റേഷനിൽ എന്താ വരിക? ട്രെയിൻ വരും അല്ലേ?
ഓക്കെ, അപ്പോൾ ട്രെയിന് വരുമ്പോൾ ട്രെയിന് പോകാം, അപകടമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് സിഗ്നൽ കാണിക്കാനായിട്ട് ഒരാൾ നിൽക്കും അല്ലേ. അവരെന്താ പറയുക, സ്റ്റേഷൻ മാസ്റ്റർ അല്ലേ. റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ടാവും. അവരെന്ത് ചെയ്യും, സിഗ്നൽ കാണിക്കും അല്ലേ. ഗ്രീൻ കളർ ക്ലോത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സിഗ്നലൊക്കെ കാണിക്കും അല്ലേ. അതുപോലെ ട്രെയിൻ ഓടിക്കുന്നവരെ നമ്മൾ എന്താ പറയുക, എൻജിൻ ഡ്രൈവർ അല്ലേ. എൻജിൻ ഡ്രൈവർ എന്ത് ചെയ്യും, ട്രെയിൻ ഓടിക്കും അല്ലേ. അതുപോലെ എന്താണ്, നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യാനും എല്ലാത്തിനുമായിട്ട് ആര് വരും, ഒരു TTR വരും അല്ലേ. TTRും വരും. അതുപോലെ എന്താണ്, എൻജിൻ ഡ്രൈവർ TTR ഉണ്ടാവും. പിന്നെന്താണ്, റെയിൽവേ സ്റ്റേഷനിൽ സിഗ്നലൊക്കെ കൊടുക്കാൻ സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ടാവും അല്ലേ. യെസ്, അവിടെ നിന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് അല്ലേ. അതാ ഒരു ട്രെയിൻ വരുന്നുണ്ട് അല്ലേ. നോക്കാല്ലേ, നമുക്ക് ട്രെയിൻ ഇങ്ങനെ വരുന്നുണ്ട്. യെസ്, ട്രെയിൻ എത്തിയില്ലേ. യെസ്, കണ്ടോ മക്കളെ, ട്രെയിൻ ഓടിക്കുന്നവരെന്താ പറയാ, എൻജിൻ ഡ്രൈവർ. ലോങ് ആയിട്ടുണ്ടല്ലേ ട്രെയിനൊക്കെ പോകുന്നത് കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് അറിയാം അല്ലേ. എങ്ങനെയാണ്, തീവണ്ടിയില്ലേ, പാഞ്ഞ് തീവണ്ടി ഇങ്ങനെ സ്പീഡിൽ പോകും അല്ലേ. ഓക്കെ, അപ്പം നമ്മുടെ തീവണ്ടിയിലല്ല, റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കുറേ ഹെൽപ്പേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ. ആരൊക്കെയായിരുന്നു, എൻജിൻ ഡ്രൈവർ, TTR, ദെൻ സ്റ്റേഷൻ മാസ്റ്റർ. Okay, our next helpers are bank officers. Okay, നമ്മളിപ്പോൾ ബാങ്കിലാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ ഫ്രണ്ട് ഓഫീസാണ് ഇത്. ഓക്കെ, സോ വി ആർ അറ്റ് ദി വെയിറ്റിംഗ് ഹാൾ. ബാങ്കിൻ്റെ വെയിറ്റിംഗ് ഹാളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓക്കെ, ബാങ്കിലേക്ക് എന്തിനാണ് നമ്മൾ പോകുക, കാശ് ഇടാനോ അല്ലെങ്കിൽ കാശ് എടുക്കാനോ. ഓക്കെ, അതിനാണ് നമ്മൾ ബാങ്കിലേക്ക് പോകുന്നത്. സോ നമുക്ക് ബാങ്കിലേക്ക് പോവാം. ഇതൊക്കെ ഉണ്ട്, ഒരു മുത്തശ്ശൻ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഉള്ളിൽ പോകുന്ന. സോ നമുക്ക് പോവാം, ബാങ്കിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സെക്രട്ടറിയുടെ റൂം, ബാങ്കിൻ്റെ സെക്രട്ടറിയുടെ റൂം. ഇവിടെ ഒരു സാറിക്കുന്ന കണ്ടോ, മാസ്ക് ഒക്കെ ആയിട്ട്. ഓക്കെ, നമ്മുടെ കോവിഡ് കാലം അല്ലേ, അതാണ് എല്ലാവരും മാസ്ക് ഇട്ടിട്ടാണ് എല്ലാവരും വർക്ക് ചെയ്യണത്. സോ ഇതൊക്കെയാണ് കൗണ്ടേഴ്സ്. ഇവിടെയൊക്കെ ഓരോ കാര്യത്തിനുമായിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോവൽ ചെയ്യാൻ, കാശ് ഇടാനും കാശ് എടുക്കാനും ഒക്കെ നമ്മൾ എവിടേക്കാണ് വരിക, ബാങ്കിലേക്കാണ് വരിക. ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്താ പറയുക, ബാങ്ക് ഓഫീസേഴ്സ്. എന്താ പറയുക, ബാങ്ക് ഓഫീസേഴ്സ്. സോ ഇവരൊക്കെ ആരാണ്, ബാങ്ക് ഓഫീസേഴ്സ്. ഓക്കെ, ഇവരാണ് ബാങ്ക് ഓഫീസേഴ്സ്. സോ നമ്മൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്, ബാങ്കിലാണ് ഉള്ളത്. ബാങ്ക് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുക, ബാങ്കിലാണ് നമ്മൾ കാശ് മണി വിഡ്രോ ചെയ്യാനും ഇടാനും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ബാങ്ക് ഓഫീസർ ആർ one of our helpers. Okay babies. ആരാ, ഗ്രോസർ. നമ്മളിപ്പോൾ ഒരു കടയുടെ ഫ്രണ്ടിലാണ് അല്ലേ നിൽക്കുന്നത്. കണ്ടോ, കുറേ ബനാനാസ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട് അല്ലേ. നമുക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ എവിടെ നിന്നാണ് വാങ്ങുക, കടയിൽ പോയി വാങ്ങും അല്ലേ. അപ്പോൾ ഗ്രോസർ പറഞ്ഞാരാ, എ പേഴ്സൺ ഹു ഹാസ് എ ഷോപ്പ് ദാറ്റ് സെൽസ് ഫുഡ് ആൻഡ് അതർ തിങ്സ് ഫോർ ദ ഹൗസ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കടയിൽ പോയി വാങ്ങും അല്ലേ. അപ്പോൾ ആ കടയിൽ നിൽക്കുന്ന ആളെ എന്താ പറയുക, നമ്മൾ ഗ്രോസർ. Okay, so grocery is also our helper. Okay. സോ നമ്മുടെ ലാസ്റ്റ് ഹെൽപ്പർ ആരാ, സെക്യൂരിറ്റി എന്താ ചെയ്യുക, നമ്മുടെ ബിൽഡിങ്സിന്റെ മുമ്പിൽ നിൽക്കും. സോ 24/7 നമ്മുടെ സെക്യൂരിറ്റി ആരെങ്കിലും കള്ളന്മാർ വരുന്നുണ്ടോ, ആരെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടോ, ബിൽഡിങ്ങിൽ ആരെങ്കിലും കള്ളന്മാർ കിടക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ സെക്യൂരിറ്റി. സോ സെക്യൂരിറ്റി ഇസ് ഓൾസോ ആർ ഹെൽപ്പേഴ്സ്. ഓക്കെ ബേബീസ്. ഓക്കെ, ഈ വീഡിയോയിൽ കൂടെ നമ്മൾ കുറച്ച് ഹെൽപ്പേഴ്സിനെ നോക്കിയില്ലേ. ഇവർ മാത്രമാണോ നമ്മുടെ ഹെൽപ്പേഴ്സ്? അല്ല, ഇവരും ഹെൽപ്പേഴ്സാണ്. ഇനിയും ഒരുപാട് ഹെൽപ്പേഴ്സ് നമ്മൾക്കുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ കൂടെ നമ്മൾ ആരെയൊക്കെയാണ് നോക്കിയത്, ടീച്ചർ, പോലീസ് ഓഫീസർ, ബാങ്ക് ഓഫീസേഴ്സ്, പോസ്റ്റ്മാൻ, ഡ്രൈവർ, ഗ്രോസർ, സെക്യൂരിറ്റി, ഫയർമാൻ, അങ്ങനെ കുറച്ച് ഹെൽപ്പേഴ്സിനെ നോക്കിയില്ല നമ്മൾ. പക്ഷെ ഇവർ മാത്രമല്ല ഹെൽപ്പേഴ്സ്, ഇനിയും ഒരുപാട് ഹെൽപ്പേഴ്സ് ഉണ്ട് അല്ലേ. ഓക്കെ.